ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കില്ലേ അയ്യോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും പറയണ്ട പക്ഷെ അല്ലാണ്ട് വേറെ വഴിയില്ല. ആളെ നീ വേണമെങ്കിൽ ഇന്ന് ആളുണ്ടോന്ന് നോക്കും. ഗൈസ് ഈ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്റ്റാർലിങ്ക് ചില ആൾക്കാർ കേട്ടിട്ടുണ്ടോ? സ്റ്റാർലിങ്ക് ഓക്കെ, അതൊരു ഡിവൈസാണ്. ഐസോ സ്പീഡിൽ അത് ഉപയോഗിച്ചിട്ടാണ് വേൾഡ് മൊത്തം ലൈവ് ചെയ്യുന്നത്. ആ സാധനം ഉണ്ടെങ്കിലല്ല നമുക്ക് കടലിനെ നടുക്കായാലും ഐലൻഡിൽ പോയാലും ഏത് സ്പേസിൽ പോയാലും നമുക്ക് നെറ്റ് കിട്ടും. എല്ലായിടത്തും നെറ്റ് കിട്ടും. കട്ടാവാണ്ട് നമുക്ക് ഏടെ വേണം IRL. ഞാനിപ്പോൾ IRL ചെയ്യാത്തതിൻ്റെ മെയിൻ പ്രശ്നം IRL ചെയ്യാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ നെറ്റ്വർക്കിൻ്റെ ആണ്. അപ്പോൾ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം എനിക്ക് കിട്ടണം. അത് ഇന്ത്യയിൽ ബാൻ ആക്കില്ല. ഈ നായിന്റെ മക്കൾ ഇത് എന്തിനാണ് ഇതിങ്ങനെ എനക്ക് അറിയില്ല. ഇവിടെ നമ്മളൊന്നും ഇത് കയറണ്ടേ? ഈ ജിയോക്കെല്ലാം കുത്തക മുതലാളിമാർ, ഈ കോർപ്പറേറ്റ് മുതലാളികൾക്ക് കയറാൻ വേണ്ടിട്ട് നമ്മളെ പോലുള്ളവർ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? ഇവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇവർക്ക് വരണ്ടോ? ചെറിയ പൈസക്ക് സ്റ്റാർലിങ്ക് ഇടാം. പക്ഷെ ഈ സാധനം ഇന്ത്യയിലേക്ക് എത്തിക്കണം. സംഭവം കുറച്ച് ഇല്ലീഗലാണ്. അപ്പോൾ ആരെങ്കിലും പുറത്തുള്ള US-ലുള്ള ആരെങ്കിലും സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്ന് കോൺടാക്ട് ചെയ്യണം. അസ്പാക്കിനൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. US-ൽ മാത്രമേ സാധനം ഉള്ളൂ. US-ലല്ല, ദുബായിലും എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യയിലാണ് ബാന് വാങ്ങാൻ. പക്ഷേ US-ന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ US-ലുള്ള ആരെങ്കിലും സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്ന സ്റ്റാർലിങ്ക് ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ വന്ന് അസ്പാക്കിന് മെസ്സേജ് അയക്കണം. ഓക്കെ, വെറുതെ ഞാൻ അസ്പാക്കിന്റെ അക്കൗണ്ട് എന്റെ ഫോളോ ലിസ്റ്റിലുണ്ടാവും ഇൻസ്റ്റയിൽ. ഓക്കെ, അപ്പൊ അതിലൊന്ന് മെസ്സേജ് അയക്കണം. എനിക്ക് അത്യാവശ്യം. ഇലോൺ മസ്ക് ഇറക്കിയതാ ഈ സ്റ്റാർലിങ്ക് അല്ലേ? ഇലോൺ മസ്കിന്റെ അല്ലേ സാധനം? ഇലോൺ മസ്ക് ഇറക്കിയത് ഈ സ്പേസ് എക്സും സ്റ്റാർലിങ്കും അല്ലേ? നമുക്ക് ഉപകാരമുള്ള സാധനങ്ങൾ ഇവരെല്ലാം ഇറക്കുമ്പോൾ ഈ ഗവൺമെന്റ് നായ്ക്കൾ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ അംബാനിയും